എറണാകുളം നഗരത്തിൻ്റെ ഗതാഗതക്കുരുക്കിന് പരിഹാരമുണ്ടാക്കുന്നതിനുള്ള ഒരു പ്രധാന റോഡാണ് ബാനർജി റോഡിന് സമാന്തരമായി തമ്മനം പുല്ലേപ്പടി റോഡ്. 3.68 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് MG റോഡ് പത്മ ജംഗ്ഷൻ മുതൽ NH66 ചക്കരപ്പറമ്പ് ജംഗ്ഷൻ വരെയുള്ള 3.68 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ്. സർ, ഈ റോഡ് നിർമ്മിക്കണമെന്നുള്ള ആവശ്യം വളരെ ദീർഘകാലമായി നിൽക്കുന്നൊരു ആവശ്യമാണ്. 1998 കൊച്ചി നഗരസഭ ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുകയും അതിനെ ഫ്രീ സറണ്ടറായി, അന്ന് പണം കൊടുത്ത് സ്ഥലം വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഫ്രീ സറണ്ടറോടുകൂടി സ്ഥലം വാങ്ങിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയുണ്ടായി. സർ, ഈ എളംകുളം വില്ലേജിൽ 43 വ്യക്തികളിൽ നിന്നായി 44.946 പൂണിത്തുറ വില്ലേജിൽ നിന്ന് 30 വ്യക്തികളിൽ നിന്നായി 44.276 എറണാകുളം വില്ലേജിൽ 10 വ്യക്തികളിൽ നിന്നായി 11.206 ഉൾപ്പെടെ 102 ഭൂമി സൗജന്യമായി ഈ റോഡുണ്ടാക്കാൻ ജനങ്ങൾ വിട്ടുതന്നിട്ടുള്ളതാണ്. സാർ, തുടർന്ന് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മെട്രോ നിർമ്മാണം ആരംഭിച്ച സന്ദർഭത്തിൽ മെട്രോവിൻ്റെ പ്രിപ്പറേറ്ററി വർക്ക് നടത്തുന്നതിൻ്റെ ഭാഗമായി 25 കോടി രൂപ തരികയും ആ പണം കൊണ്ട് 111.416 ഭൂമി ഏറ്റെടുത്തിട്ടുള്ളതുമാണ്. സാർ, ഈ 2016-17 ഈ പദ്ധതി കിഫ്ബി ഏറ്റെടുക്കുകയുണ്ടായി. സാർ, അതിനെ തുടർന്ന് 2021 KRFB ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തു. സാർ, ഇപ്പോൾ 500 വ്യക്തികളിലായി 212 വ്യത്യസ്ത സർവേ നമ്പറുകളിലായി 3.65 ഹെക്ടർ സ്ഥലമാണ് ഇനി ഏറ്റെടുക്കാനുള്ളത്. സാർ, KRFB ഇതിൻ്റെ ബൗണ്ടറി ഫിക്സ് ചെയ്ത് 2 സൈഡിലും കല്ലിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഇപ്പോൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് RTK എന്ന മെഷീൻ ഉപയോഗിച്ച് സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഡിജിറ്റൽ സർവേ നടത്തിയാൽ മാത്രമേ ഇത് ഓരോ വ്യക്തികൾക്കും എത്ര ഭൂമിയാണ് ഭൂമി റോഡിന് വേണ്ടി കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. അപ്പം അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ 5 സർവേയർമാരെയും ഒരു ഡ്രാഫ്റ്റ്മാനെയും നിയമിക്കാൻ ഉത്തരവിട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിനുള്ള ആളുകളെ എൻഗേജ് ചെയ്യാൻ ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിന് കഴിയാത്തത് മൂലം ആ പ്രവൃത്തി അങ്ങനെ നിൽക്കുകയാണ്. സാർ, ദീർഘകാലമായി ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ഈ പ്രവൃത്തി. അതുമായി ബന്ധപ്പെട്ട് സർവേ നടപടികൾ പൂർത്തീകരിക്കാത്തത് മൂലം BVRും അതുപോലെ തന്നെ DVSും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഉണ്ടാക്കിയാൽ മാത്രമേ ഓരോ വ്യക്തികളുടെയും എത്ര ഭൂമിയാണ് എന്നതിനെ സംബന്ധിച്ച് നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയൂ. അതിനെ തുടർന്ന് 19-1 നോട്ടിഫിക്കേഷൻ ഇറക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ 11-1 നോട്ടിഫിക്കേഷൻ നിൽക്കുകയാണ്. അടിയന്തരമായി ഈ കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമുണ്ടാക്കുന്നതിനുള്ള ഒരു അടിയന്തര പ്രാധാന്യമുള്ള ഒരു പ്രവൃത്തി ആയതുകൊണ്ട് ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇടപെട്ട് ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ, ഭൂമി ഏറ്റെടുത്ത് KRFBക്ക് ഹാൻഡ് ഓവർ ചെയ്ത് റോഡ് നിർമ്മാണം നടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ സബ്മിഷനിലൂടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, എറണാകുളം മണ്ഡലത്തിലെ തമ്മനം പുല്ലേപ്പടി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് 10/7/2017 സർക്കാർ ഉത്തരവ് പ്രകാരം 100 കോടി രൂപ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ആയതിനുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിനായി കിഫ്ബിയിൽ നിന്നും 93.89 കോടി രൂപയ്ക്ക് സാമ്പത്തിക അനുമതിയും നൽകിയിട്ടുണ്ട്. അംഗീകരിച്ച അലൈൻമെന്റ് പ്രകാരം അതിർത്തിക്കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചതാണ്. നിലവിൽ റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ, ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള 11/1 വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിലാണ്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി 19/1 വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച ശേഷം അതിന് സാങ്കേതിക അനുമതി നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട അംഗം താറിൻ്റെ വില, ഇപ്പം വിഷയം ഇതാണ്, താറിൻ്റെ വില വേറെ വരേണ്ടത് കേട്ടോ. ഞാനൊരു മന്ത്രിയായ ആളല്ലേ നിങ്ങൾ. സർ, ഇദ്ദേഹം പറഞ്ഞ മാതിരി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് റവന്യൂ സ്റ്റാഫിനെ, സർവേയർമാരെ ലഭ്യമാക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിച്ച് എത്രയും വേഗം അതിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടി പൂർത്തീകരിച്ച് അതിന് കഴിഞ്ഞതിന് ശേഷം ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കുന്നതാണ്.